ഹായ് ഒരുപാട് അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ബൺ ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്നൊന്നും ആവശ്യമില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പച്ചരിയും അതുപോലെ തന്നെ ഉലുവയുമാണ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബൺ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവുകളാണ് ബാക്കി ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മണിക്കൂർ ഒന്ന് കുതിർത്തിടാം. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് അരി നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് അതും കൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ട് തിക്കായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്, അരി ഒന്നും ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ആവിലും 1 കപ്പ് തേങ്ങ ചിരവിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റ് പരുവത്തിലായിരിക്കും. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഒട്ടും കൂടിപ്പോവരുത്. നമ്മളുടെ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റേഷനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ വെള്ളം ഏറിപ്പോവാതെ ശ്രദ്ധിക്കണം. വെള്ളം ഏറിപ്പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ ഒരു 8 മണിക്കൂർ ഒന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മളിതുപോലെ മൂടി വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ആപ്പ സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തവിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതായിട്ട് ഈ പതയാൻ അടക്കി കളയരുത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് സാവകാശം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലൂസായി പോവും മാവ് നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വറവിടണം. അതിനായിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുകൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ടോ അത് വെട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഓയിലോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ശരിക്കും ഇങ്ങനെയാണ് ബൺ ദോശ. ഇനി നിങ്ങൾക്കിത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് ചുട്ടെടുക്കുന്നത് പാലപ്പച്ചട്ടി അല്ലെങ്കിൽ അപ്പച്ചട്ടിയിലാണ്. അപ്പോൾ നല്ല കുഴിവുള്ള ചട്ടി തന്നെ എടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചുടുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു തവി മാവ് ഒഴിച്ച് ഉടനെ തന്നെ മൂടി വെക്കുക. അപ്പോൾ നല്ലതായിട്ട് അതുപോലെ പൊങ്ങി വരും. അപ്പോൾ നല്ലതായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നടുവിൽ മാത്രം നമുക്ക് ഇനി കുറച്ചൊന്ന് വെന്ത് കിട്ടാനുള്ളൂ. ഇനി അത് തിരിച്ചിടുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ മാവ് കൊണ്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. 2 വശവും ഇതുപോലെ തിരിച്ചിട്ട് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദോശ കൂടെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ എണ്ണ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം നമ്മൾ ഇതിലേക്ക് എണ്ണ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതോ ഓയിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യോ അങ്ങനെ എന്തും ചേർത്ത് കൊടുക്കുക കേട്ടോ. മാവ് ഒഴിച്ച പാടന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു 3-4 അല്ലെങ്കിൽ 5 വരെയൊക്കെ ഡ്രോപ്പ് ഒട്ടിച്ചതിന് ശേഷം മൂടി വെക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദോശ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല കട്ടിയുള്ള നല്ല സോഫ്റ്റുള്ള സ്പോഞ്ചി ആയിട്ടുള്ളൊരു ദോശയാണ്. വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ദോശയാണ്. അപ്പോൾ 2 വശവും ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി, വ്യത്യസ്ത തരത്തിലുള്ള ചട്നികളുണ്ടല്ലോ. അപ്പോൾ ഏത് ചട്നി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സാമ്പാർ വേണമെങ്കിൽ സാമ്പാറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിതിൽ വറവ് ഇട്ടതുകൊണ്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഴുവൻ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ദോശയുടെ കൂടെ സെർവ് ചെയ്യുന്നത്
ചന മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ബൺ ദോശ. അപ്പോൾ വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് പരിപാടി തീർക്കാനൊക്കെ പറ്റും. അതുപോലെ ഒരു ദോശ കഴിക്കുമ്പോഴത്തേനും നമുക്ക് നല്ലതായിട്ട് വയറ് നിറഞ്ഞിരിക്കും. ആ ടൈപ്പ് ദോശയാണിത്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം അത് സ്പോഞ്ചിയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല സിമ്പിൾ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. താങ്ക്